അകവൂർ ഗോവിന്ദൻ. 88 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിലാദ്യമായി തൃശൂർ പൂരത്തിന് ഇടഞ്ഞ ഗജകേസരി. കീരങ്ങാട് കേശവൻ, ഗുരുവായൂർ പഴയ പത്മനാഭൻ, ചെങ്ങല്ലൂർ രംഗനാഥൻ തുടങ്ങി പേരെടുത്ത ഒട്ടനവധി ഗജകേസരികൾ അരങ്ങുവാണിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അകവൂർ ഗോവിന്ദൻ എന്ന വഴക്കാളിയും ഉത്സവപ്പറമ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. കൂട്ടാനക്കുത്ത് എന്ന ദുശീലവും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവവുമാണ് ഗോവിന്ദന് കൊലയാളി എന്ന പേര് ആദ്യമേ കൽപ്പിച്ചു നൽകിയത്. എങ്കിലും അഴകും തലയെടുപ്പും നിറഞ്ഞ ഗോവിന്ദനാന പൂരപ്പറമ്പുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറി. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ തറവാട് എന്ന നിലയ്ക്ക് പ്രസിദ്ധമായ കിളിമാനൂർ കോവിലകത്തു നിന്നാണ് ഗോവിന്ദൻ അകവൂരിൽ എത്തുന്നത്. രവിവർമ്മയുടെ ചിത്രകലാ നൈപുണ്യത്തിൽ പ്രിയപ്പെട്ട ഏതോ നാട്ടുരാജാവ് ഗോവിന്ദനാനയെ അദ്ദേഹത്തിന് സമ്മാനിച്ചതെന്നാണ് വിശ്വസിച്ചു വരുന്നത്. കാഴ്ചയ്ക്ക് ഉത്തമനായിരുന്നുവെങ്കിലും പുള്ളിക്കുത്തുകൾ വീണ മേലെണ്ണാക്കും നാവും ഉത്സവകാലത്തെ മദപ്പാടും അപശകുനങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. അകവൂർ ഗോവിന്ദൻ, അഹോരി ഗോവിന്ദൻ എന്നീ പേരുകളിൽ ആന അറിയപ്പെട്ടിരുന്നു. ആറാട്ടുപുഴ, തൃപ്പൂണിത്തുറ, തൃശൂർ എന്നീ പ്രമുഖ ഉത്സവങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അകവൂർ ഗോവിന്ദൻ. 1930 ഗുരുവായൂർ ആനയോട്ടത്തിൽ സാക്ഷാൽ ഗുരുവായൂർ കേശവനോട് ഇഞ്ചോടിഞ്ച് മത്സരിച്ച കഥയും ഗോവിന്ദനാനയ്ക്ക് പറയാനുണ്ട്. അകവൂർ ആനയുടെ കുത്തുകൊണ്ട് ചരിഞ്ഞ ഗജവീരന്മാർ ഒരുപാടുണ്ടെന്ന് പറയപ്പെടുന്നു. അകവൂർ ഗോവിന്ദന്റെ കുത്തുകൊണ്ടതിൽ പ്രമുഖനാണ് കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ആനയെന്ന് വാഴ്ത്തപ്പെടുന്ന ചെങ്ങല്ലൂർ രംഗനാഥനും ഉൾപ്പെടുന്നത്.